അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ, പരാതിയും മൊഴിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ, ഇതനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിൻ്റെ വകുപ്പുകൾ താങ്കൾക്കും ഓർമ്മയുണ്ടാവും. 3 പ്രധാനപ്പെട്ട റേപ്പ് കേസുമായി ബന്ധപ്പെട്ട വകുപ്പുകളുണ്ട്. BNS 64(2)F, BNS 64(2)H, BNS 64(2). ഇതുകൂടാതെ BNS 89 പ്രകാരം നിർബന്ധിത ഗർഭഛിദ്രം നടത്തി. അപ്പോൾ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ശക്തമായ ഡിജിറ്റൽ തെളിവുകൾ കൂടി പ്രോസിക്യൂഷൻ ഇന്ന് ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അതിനെ ഇന്ന് പ്രതിയുടെ അഭിഭാഷകൻ പ്രതിരോധിച്ചത് ഇതൊരു രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ് എന്നാണ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ഒരു മിനി ട്രയലിന് സമാനമായ രീതിയിൽ വിചാരണ നടക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യം ഞാൻ അങ്ങയോട് പങ്കിടുകയാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാ ഭാഗവും കേട്ട ശേഷം തീരുമാനമെടുക്കാനായിരിക്കില്ലേ നാളത്തേക്ക് ഈ കേസ് മാറ്റിവെച്ചത്? അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ. നാച്ചുറലി അതാണല്ലോ, കോടതിക്ക് ഏതൊക്കെ ഏരിയയിൽ ഡൗട്ട്സ് ഉണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ബാധ്യത പ്രോസിക്യൂഷനുണ്ട്. അതേപോലെ തന്നെ പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്ന ഒഫൻസസ് മേക്ക് ഔട്ട് ചെയ്യുന്നില്ല എന്ന് വരുത്താനല്ലെങ്കിൽ അത് വന്നിട്ടില്ല എന്ന് കാണിച്ചു കൊടുക്കാനുള്ള എല്ലാ റൈറ്റ്സും അക്യൂസ്ഡിനുണ്ട്. ഇത് രണ്ടും തമ്മിൽ ടാലി എങ്ങനെയാവുന്നത് അത് നോക്കുമ്പോഴത്തേക്കും കോടതിക്ക് തോന്നുകയാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാവുന്ന കേസാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതി നാച്ചുറലി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഗ്രാൻറ്റ് ചെയ്യും. സെക്കൻഡ്ലി അത് ഫീൽ ചെയ്യുകയാണ്. ഇത് രണ്ടും കൂടി നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഈ അദ്ദേഹത്തിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ ആവശ്യമുള്ള കേസാണ്. ഇതാണല്ലോ ക്രൈറ്റീരിയ. ഒഫൻസ് മേക്ക് ഔട്ട് ചെയ്തു എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ കസ്റ്റഡിയിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്ന് കാണുകയാണെങ്കിൽ ആ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തൽക്കാലത്തേക്ക് കൊടുക്കണ്ട എന്നുള്ള ഡിസ്ക്രിഷൻ യൂസ് ചെയ്യാതിരിക്കുകയാണ് കോടതി ചെയ്യുക. ഇത് രണ്ടും നോക്കുമ്പോഴത്തേക്കും രണ്ട് രീതികളിലും, ഒന്ന് ഒഫൻസ് നിന്നിട്ടില്ല എന്ന് തന്നെ ഇവർ പറയുമ്പോൾ പോലും ആ ഒരു രീതിയിലേക്ക് കോടതി ഇപ്പോൾ നോക്കിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം ഒഫൻസ് അലിഗേഷൻസ് ഉണ്ട്, പ്രിമാ ഫേസി അലിഗേഷൻസ് ഫൈൻഡ് ചെയ്യാവുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നതെന്നുള്ള രീതിയിലാണ് കോടതി കണ്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ നാളത്തേക്ക് വച്ചപ്പോൾ പിന്നെ ഇമ്മീനൻ്റ് അറസ്റ്റ് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടാവില്ല എന്ന് കണ്ടുകൊണ്ട് തൽക്കാലം ഇൻട്രീം ഡയറക്ഷൻസ്, പലപ്പോഴും സെഷൻസ് കോടതികൾ ഇൻട്രീം ഡയറക്ഷൻസ് കൊടുക്കാൻ ഹൈക്കോടതിയെ പോലെ അത്രയൊരു ലിബറൽ ആവാനുള്ള സാധ്യതകളും കുറവാണ്. കാരണം പവേഴ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതെല്ലാം ഇപ്പോഴും ഡിസ്പ്യൂട്ടിലാണ്. അതോറിറ്റിയിലുള്ള ഒരാളാണ്. നേരത്തെ നമ്മൾ 64(2)F കാര്യം പറഞ്ഞ പോലെ അയാളൊരു MLA ആയി തുടരുന്നയാളാണ്, സ്വാധീനശേഷിയുള്ളയാളാണ്. ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം രഞ്ജിത്ത്, ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാൾ ഇതിനകം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് സൈബർ ഇടങ്ങളിൽ അതിജീവിതയെ അധിക്ഷേപിച്ചയാളാണ്. അപ്പോൾ അതിജീവിതയെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന സൈബർ കൂട്ടങ്ങളുള്ള, സ്വാധീനശേഷിയുള്ള, അധികാരസ്ഥാനത്ത് തുടരുന്ന അതിജീവിതയെ ഒരുപക്ഷെ വേണ്ടി വന്നാൽ അപകടപ്പെടുത്തുന്ന രീതിയിലുള്ള മൊഴികൾ, ഈ ശബ്ദരേഖകൾ കൂടി പുറത്തു വന്നിരിക്കുന്ന സാഹചര്യമുള്ള, തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുള്ള, അങ്ങനെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിരാകരിക്കുന്നതിന് 100 കാരണങ്ങൾ ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ അങ്ങനെയൊക്കെ പറയണം, അതൊക്കെ കോടതി നോക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, രാഹുൽ ഈശ്വറിൻ്റെ, എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഈശ്വറിൻ്റെ കൺട്രോള് രാഹുൽ ഈശ്വറിന് പോലും ഉണ്ടെന്നുള്ളത് തോന്നുന്നില്ല. അല്ലെങ്കിൽ അതർവൈസ് കുറച്ച് ഒരു അനാവശ്യമായിരുന്നു പല രീതികളിലുള്ള സംഭാഷണം. രാഹുലിന് ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. ഞാൻ പറയുന്നത് രാഹുൽ ഈശ്വറിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഇത്രയും വെഹമൻസ് ഒന്നും കാണിക്കേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ്, അല്ലെങ്കിൽ ഈ കേസിലെ അക്യൂസ്ഡിൻ്റെ കേസ്, ഐ ഡു നോട്ട് വോണ്ട് ടു റീഡ് ദി അക്യൂസ്ഡ് ഓൾസോ, അദ്ദേഹത്തിൻ്റെ കേസ് അദ്ദേഹം നോക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് പോകേണ്ട കേസ് ഇതിലുണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇത് അതോറിറ്റിയിലുള്ള സമയത്താണോ ഇത് നടന്നേ എന്നുള്ളതും കോടതി നോക്കേണ്ടി വരും. ഏത് സമയത്താണ് ഇഷ്യൂ ഡെവലപ്പ് ചെയ്തത്, ഏത് സമയത്താണ് കൺസെൻറ്റ് കൊടുത്തത്, ഏത് സമയത്താണ് കൺസെൻറ്റ് ഇല്ലാതെ ആയത്, ഇതെല്ലാം കോടതി നോക്കേണ്ടി വരും. ആ സമയത്ത് അദ്ദേഹം അതോറിറ്റിയിൽ ഉണ്ടായിരുന്നു, അതോറിറ്റി പവർ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം കോടതി കാണുന്ന ഒരു വസ്തുത. ആ ഡേറ്റ്സ് എല്ലാം വളരെ റെലവൻ്റ് ആയിട്ട് വരും. ഏത് സമയത്താണ് കംപ്ലയിൻറ്റ് വന്നത്, ആ കംപ്ലയിൻറ്റ് സബ്സിക്വൻ്റ്ലി ഡിലേ വന്നിട്ടുണ്ടോ, ഇതെല്ലാം കോടതി നോക്കും. ഒരു സാധ്യത എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോർട്ട് ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഐദർ വേസ് അനുവദിക്കാനാണെങ്കിലും പ്രതികൂലമായിട്ട് വരികയാണെന്നുണ്ടെങ്കിലും കോർട്ട് ഷുഡ് നോട്ട് ബി കൺസേൺഡ് അബൌട്ട് ദി പബ്ലിക് ഒപ്പീനിയൻ. രണ്ട് രീതിയിലാണെങ്കിലും ആ കോടതി അതിൻ്റെ മെറിറ്റിൽ മാത്രം കൺസിഡർ ചെയ്തിട്ട് വരേണ്ട ഒരു കേസാണ്. ആപ്ലിക്കേഷൻ അനുവദിക്കുകയാണെങ്കിലും ഡിസ്മിസ് ചെയ്യുകയാണെങ്കിലും. ഞാൻ പക്ഷേ
അൺഫോർച്ചുനേറ്റ്ലി ഈ കേസിൽ വിക്ടിം അത് ഒപ്പോസ് ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അങ്ങനെയൊന്നും കേട്ടുമില്ല. വിക്ടിം അത് ഒപ്പോസ് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. വിക്ടിമിന് വേണ്ടി പ്രത്യേക അഭിഭാഷകൻ ഉണ്ടായിരുന്നില്ല. എന്നാലാണ് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, പ്രോസിക്യൂഷൻ അത് നന്നായിട്ട് ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. ജീന കുമാരി എന്ന് പറയുന്ന ഒരു ലോയറാണ്. ഷീസ് എ ഫാന്റാസ്റ്റിക് പ്രോസിക്യൂട്ടർ. ഐ ഹാവ് കണ്ടസ്റ്റഡ് കേസസ് അഗൻസ്റ്റ്. അവർ നല്ലൊരു വക്കീലാണ്. അപ്പോൾ ഇവർക്കും വിക്ടിമിനും കൂടി അത് ഒപ്പോസ് ചെയ്യാനുള്ളൊരു സാധ്യതകളുണ്ടായിരുന്നു. അവരെ കേൾക്കാമായിരുന്നു. പ്രത്യേകിച്ച് ആ ഡേറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് അത് ഒപ്പോസ് ചെയ്യണം എന്നുള്ളതൊരു പകരം അവിടെ രഹസ്യമൊഴി വായിക്കുകയാണ് ചെയ്തത്. രഹസ്യമൊഴി പ്രോസിക്യൂഷൻ വായിച്ചു കേൾപ്പിച്ചു. ഈ രഹസ്യമൊഴി എന്ന് പറയുന്നത് നമ്മളതൊരു ഭയങ്കര സെൻസേഷൻ. എല്ലാ കേസുകളിലും ഇതുപോലത്തെ ഇൻഡിവിജ്വൽസിൻ്റെ പ്രൈവസിയിലേക്ക് ഹനിക്കുന്ന ഇതേപോലത്തെ ഒഫൻസസ് ഈ രാഹുൽ ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന, രാഹുൽ ഈശ്വർ കമ്മിറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്ത ഒഫൻസ് ആണല്ലോ. അതേപോലത്തെ ഒഫൻസസ് കാറ്റഗറൈസ് ചെയ്തേക്കുന്ന എല്ലാ ഒഫൻസസിലും കൊടുക്കുന്നത് നമ്മൾ FIR ആണെങ്കിലും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും എല്ലാം കൊടുക്കുന്നത് കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ രഹസ്യമൊഴി അത് ഭയങ്കര ടെക്നിക്കലാണ് യൂസ് ചെയ്യുന്നത്. മൊഴി എന്ന് തന്നെ നമുക്ക് പറയാം. അതിലൊരു സെൻസേഷണലൈസ് ചെയ്യേണ്ട അതിനെ. അത് ഡോക്യുമെൻ്റ് നോക്കുകയാണ്. ആ FIS വായിക്കുമ്പോൾ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുമ്പോൾ ഒഫൻസ് മേക്കൗട്ട് ചെയ്യുമോ എന്നുള്ളത് കോടതി കാണേണ്ട ഒരു കാര്യമാണ്. ഇതിലുള്ള ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അക്യൂസ്ഡിൻ്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ അക്യൂസ്ഡിൻ്റെ വെൽവിഷേഴ്സ്, അതല്ലെങ്കിൽ അക്യൂസ്ഡിനെ താല്പര്യമില്ലാത്ത ഏത് രീതിയിലാണ് വന്നതെന്നുള്ളത് അൾട്ടിമേറ്റ്ലി അക്യൂസ്ഡ് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഇതിൽ കൊണ്ടമാനം ഒരു അറ്റാക്ക് പല സ്ഥലത്തുനിന്ന്, പ്രൈവസി ഹനിക്കുന്ന രീതിയിലേക്കുള്ള അറ്റാക്ക് പല ഭാഗത്തു നിന്നുണ്ടായിരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരിക്കലും രാഹുൽ ഈശ്വറിൻ്റെ കേസിലല്ല. രാഹുൽ വാസ് ഓൺ ഹിസ് ഓൺ. ഐ ഡു നോട്ട് നോ അദ്ദേഹം എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, രാഹുൽ ഈശ്വർ. പക്ഷേ അക്യൂസ്ഡിൻ്റെ ഈ കേസിൽ, അക്യൂസ്ഡിൻ്റെ ഈ സെക്ഷൽ ഒഫൻസ് നടന്നു എന്ന് പറയുന്ന അക്യൂസ്ഡിൻ്റെ കേസിൽ പലപ്പോഴും അദ്ദേഹം ഒരു PR ബിൽഡ് ചെയ്യാനുള്ളൊരു ശ്രമം ഈ കേസിലുണ്ടായിട്ടുണ്ട്. ഒരിക്കലും അത് ഗുണകരമായിട്ട് വന്നിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പല സംഭവങ്ങളിലും അദ്ദേഹത്തിൻ്റെ രീതികൾ ഏത് രീതിയിലാണ് അദ്ദേഹം ഇതിനെ നോക്കിക്കണ്ടത് അല്ലെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ സബ്സിക്വൻറ്റ് കണ്ടക്റ്റുകളല്ല. ഈ കേസിലെ അക്യൂസ്ഡ് ആണ് ഇന്ന്, അദ്ദേഹം അക്യൂസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ന് വന്നിരുന്ന് അദ്ദേഹം പല ചർച്ചകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്, അദ്ദേഹം ആദ്യം പറയുന്നത് ഇവരെല്ലാവരും രാജിവെച്ച് പോകണം, അവരെ കസ്റ്റഡിയിൽ എടുക്കണം, ആ കസ്റ്റഡിയിൽ വന്നതിന് ശേഷം ഇവർ ഫൈറ്റ് ചെയ്യട്ടെ എന്നെല്ലാമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് പലപ്പോഴും ഒരു സന്തുലിതമായിട്ട് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം കേസ് വന്നപ്പോൾ പോലും ആ ഒരു ഭാഗം ചിലപ്പോൾ കോടതി അക്യൂസിന് അനുകൂലമായിട്ട് കൺസിഡർ ചെയ്യാനുള്ള സാധ്യതകളില്ല. അങ്ങനെ വരുമ്പോൾ ഈ വിറ്റ്നസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ, അത് ട്രയലിനെ ദോഷകരമായി ബാധിക്കുമോ, അത് ഇപ്പോൾ ട്രയലിൻ്റെ ഇഷ്യൂ വരുന്നില്ല, ഇൻവെസ്റ്റിഗേഷനെ ദോഷകരമായി ബാധിക്കുമോ എന്നുള്ളതെല്ലാം കോടതി കൺസിഡർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ അതെത്രത്തോളം കോടതിനെ കൺവിൻസ് ചെയ്യാൻ അക്യൂസ്ഡിൻ്റെ അഭിഭാഷകന് പറ്റിയിട്ടുണ്ടെന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വരും. ആ ഭാഗത്താണ് വിക്ടിമിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ട്, പ്രോസിക്യൂട്ടർ പലപ്പോഴും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മാത്രമേ ചിലപ്പോൾ പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടിട്ടാണ് ആ ഡിലേ വന്നത് എന്നുള്ളതെല്ലാം വിക്ടിമിൻ്റെ ഭാഗത്തു നിന്നും കൂടി കോടതി പ്രോസിക്യൂഷൻ പറഞ്ഞതിൽ നിന്നും പറയാത്തതിൽ നിന്നും കൂടി കൺസിഡർ ചെയ്യേണ്ട സാഹചര്യം ഈ കേസിലുണ്ടാവും. Debate with Dr. Arun Kumar.